എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പസിലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു പസിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. വേസ്റ്റ് കാർഡ്ബോർഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് 9 സെൻറ്റിമീറ്റർ അളവിലുള്ള 2 സ്ക്വയേഴ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്ന് ഒരു സ്ക്വയർ എടുക്കുക. എന്നിട്ട് 1.5 സെൻറ്റിമീറ്റർ ഒന്ന് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ വരച്ചെടുക്കുക. ഇനി ആ ഉള്ളിലത്തെ സ്ക്വയർ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മളുടെ 9 സെൻറ്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ ഇതുപോലെ 1.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഫ്രെയിം ആയിട്ടും പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ക്വയർ ആയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്ക്വയർ എടുത്തിട്ട് ഈ ഒരു ഫ്രെയിം ആ ഒരു സ്ക്വയറിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ കാർഡ്ബോർഡിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പിങ്ക് കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത ഒരു സ്ക്വയർ ഇല്ലേ, അതിന് നമ്മൾ 2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ കുറച്ച് കള്ളികൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു വൈറ്റ് പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന വൈറ്റ് പേപ്പറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്വയർ പീസ് കിട്ടും. ഇനി ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് വരയ്ക്കാം. ഞാനിപ്പോൾ ഒരു യൂണിക്കോണിൻ്റെ പിക്ചറാണ് വരയ്ക്കുന്നത്. ഇനി ഇതേ അതൊന്ന് കളറും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മളുടെ പിക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ നേരത്തെ വരച്ച കള്ളികളില്ലേ, അതിലൂടെ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും പീസസ് കിട്ടും. ഇനി ഇതിൽ നിന്ന് ഇമേജ് വരാത്ത ഒരു ഭാഗം നമ്മൾ ഒരു സ്ക്വയർ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് പസിലിൻ്റെ പീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രെയിം ഞാൻ പിങ്കും വൈറ്റും ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ കറക്റ്റായിട്ട് ഒരു യൂണിക്കോണിൻ്റെ പിക്ചർ ആദ്യം തന്നെ ഇതിൽ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് ഈ പീസസ് ഒന്ന് മൂവ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുത്തിട്ട് കുട്ടികൾക്ക് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ ദേ നമ്മളുടെ പസിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ പുറത്തേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങ് പുറത്തേക്ക് ഇളകി വരുമൊന്നുമില്ല. സ്മൂത്തായിട്ട് മൂവ് ചെയ്യാനൊക്കെ പറ്റും. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.